ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസല്യൂട്ട് അക്കാഡമി. എൻ്റെ പേര് വിനോദാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നമ്മളെ ബ്ലഡ് റിലേഷൻ്റെ തേർഡ് പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതിൽ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ ഞാൻ സെക്കൻഡ് ടൈപ്പും തേർഡ് ടൈപ്പുമാണ് ആദ്യം പഠിപ്പിച്ചത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ റിലവൻറ്റ് ആയിട്ടുള്ളത് ഇതും എക്സാമിൽ ചോദിക്കാറുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് കൂടെ പഠിച്ചിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ ടോപ്പിക് കംപ്ലീറ്റ് ആവും. പിന്നെ ഫർദർ ഞാൻ ബാക്കിയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റൻസ് ഞാൻ നമ്മളെ ചാനലിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവും. ഓക്കെ, ഹയർ ലെവൽ ക്വസ്റ്റൻസും ബാക്കിയുള്ള ക്വസ്റ്റൻസിലും ഓൾറെഡി ലെവൽ കൂട്ടിയ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫർദർ നമ്മൾ കുറേ കൂടെ ഹയർ ലെവൽ ക്വസ്റ്റൻസ് എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മൾ ബേസിക് കൺസെപ്റ്റ് ലാസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റൻ എങ്ങനത്തെയാണെന്ന് നോക്കാം. ഇവിടെ നോക്ക്. ജോൺ ഇൻട്രൊഡ്യൂസസ് മേരി ആസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഹൗ ഈസ് മേരി റിലേറ്റഡ് ടു ജോൺ? സോ ഇതേപോലത്തെ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആരാണ്? ജോൺ ആണ്. ജോൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജോൺ എന്തെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? മാരി ആസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആൾ നമ്മളെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ ഞാനാണ് ഇവിടെ ജോൺ. ജോൺ ഈസ് മീ. ഓക്കെ, ഓർ ഐ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടേക്കാണോ ഈസ്, ആസ് അല്ലെങ്കിൽ വാസ് വരുന്നോ അവിടെ വച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ ലാസ്റ്റ് വരെ ബ്രേക്ക് ചെയ്യുക. അത് അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ അവിടെ വെച്ചാണ് ആ പറഞ്ഞ ഭാഗം വരുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ലാസ്റ്റ് വരെ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് വായിച്ചു വരിക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈസ് തൊട്ട് നമ്മൾ ആസ് തൊട്ട് കട്ട് ചെയ്തു. ഇവിടെ നോക്ക്, ബാക്കിൽ നിന്ന് വായിച്ചു വരുമ്പോൾ ഇവിടെ ഇത്രയും വായിച്ചു നോക്ക്. മൈ ഫാദേഴ്സ് വൈഫ്. ജോൺ അല്ലേ പറയണേ? എൻ്റെ അച്ഛൻ്റെ ഭാര്യ. ജോൺ പറയുന്നത് മൈ ഫാദേഴ്സ് വൈഫ് എന്നാണ്. അപ്പോൾ ഞാൻ പറയണ എൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എൻ്റെ ആരാണിത്? എൻ്റെ മദറല്ലേ? എൻ്റെ അച്ഛൻ്റെ ഭാര്യ എൻ്റെ മദറല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത്രയും പാർട്ടിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇത്രയും പാർട്ടിൻ്റെ അർത്ഥം ജോൺസ് മദർ എന്നല്ലേ? ഇത്രയും പാർട്ടിൻ്റെ അർത്ഥം ജോൺസ് മദർ. ശരിയാണോ ഇല്ലേ? അത്രയും പാർട്ടിൻ്റെ അർത്ഥം എന്താണ്? ജോൺസ് മദർ ആണ്. ഇനി അടുത്ത് നോക്ക്. ഓൺലി ചൈൽഡ് ഓഫ് ഇത്രയും മൈ ഫാദേഴ്സ് വൈഫിൻ്റെ അർത്ഥം നമുക്ക് ഓൾറെഡി അറിയാം. ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ് അല്ലെങ്കിൽ ഓൺലി ചൈൽഡ് ഓഫ് ജോൺസ് മദർ. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒത്തു പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ഒരേ കുഞ്ഞ്, ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ്, അതൊരു ഓർമ്മ വേണം. ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരേ കുഞ്ഞാണ്. ഓൺലി സൺ എന്ന് പറഞ്ഞാൽ മകൻ ഒന്നാണ്, മകൾ എത്ര വേണോ ആവാം. ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ മകൾ ഒന്നാണ്, മകൻ എത്ര വേണോ ആവാം. ഓക്കെ, ആൺകുട്ടികൾ എത്ര വേണോ ആവാം. അതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്, എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ഒരേ കുഞ്ഞ്. എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ഒരേ കുഞ്ഞ് ഞാൻ തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ ജോൺ അല്ലേ പറയണേ? ജോൺ എന്താ പറയണേ? എൻ്റെ അച്ഛൻ്റെ ഭാര്യ. അവിടെ ജോണിൻ്റെ മദർ. ആ ജോണിൻ്റെ മദറിൻ്റെ ഒരേ കുഞ്ഞ് എന്ന് വെച്ചാൽ ഇത്രയും വരെ, ഈ ഭാഗം വരെ വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം ജോൺ ആണ്. ഈ ഇത്രയും ഭാഗം ഉദ്ദേശിക്കുന്ന ജോണിനെയാണ്. ഇനി ജോൺ മേരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡോട്ടർ ഓഫ് ദ. ഈ ഇത്രയും പാർട്ടിൻ്റെ അർത്ഥം നമുക്ക് ജോൺ എന്ന് കിട്ടിയില്ലേ? അപ്പോൾ മേരി ആരാണ്? ഡോട്ടർ ഓഫ് ജോൺ ആണ്. മേരിയെ അയാൾ പറഞ്ഞത് എന്താണ്? ഡോട്ടർ ഓഫ് ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫിൻ്റെ അർത്ഥം ജോൺ എന്ന് കിട്ടി. അപ്പോൾ മേരി എന്താണ്? പിന്നെ ഡോട്ടർ ഓഫ് ജോൺ. ചോദിച്ചതും അതല്ലേ? ഹൗ ഈസ് മേരി റിലേറ്റഡ് ടു ജോൺ? സോ മേരി ഈസ് ദ ഡോട്ടർ ഓഫ് ജോൺ. നേരെ തിരിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഹൗ ഈസ് ജോൺ റിലേറ്റഡ് ടു മേരി? അവിടെ ജോൺ ഈസ് ദ ഫാദർ ഓഫ് മേരി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. പേര് വെച്ചിട്ട് ജെൻഡർ അസ്യൂം ചെയ്യാൻ പറ്റില്ല. ജോൺ ഫാദറും ആവാം, മദറും ആവാം. പക്ഷേ മേരി ഈസ് ദ ഡോട്ടർ ഓഫ് ജോൺ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഫീമെയിൽ ആണെന്ന് അറിയാം. സോ ഇതുവരെയുള്ള പാർട്ടിൻ്റെ അർത്ഥം ജോൺ ആയിരുന്നു. പിന്നെ ഡോട്ടർ ഓഫ് ജോൺ, അതാരെയാണ് ഉദ്ദേശിച്ചത്? മേരിയാണ്. അപ്പോൾ നമ്മുടെ ചോദിച്ചതും അത് തന്നെയാണ്, ഹൗ ഈസ് മേരി റിലേറ്റഡ് ടു ജോൺ. ഈ രീതിയിലാണ് നമ്മൾ ഈ തരത്തിലുള്ള ക്വസ്റ്റിന് അപ്ലൈ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. സിമ്പിളായിട്ട് ബാക്കിൽ നിന്ന് ചെറിയ ചെറിയ പാർട്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ പിന്നെ ആ ബ്രേക്ക് ചെയ്യുന്ന ഭാഗത്ത് തൽക്കാലം പഠിക്കുമ്പോൾ ഞാൻ അതല്ലേ ചെയ്തത്. മൈ ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ ജോൺസ് മദർ. അടുത്ത ഓൺലി ചൈൽഡ് ഓഫ് ജോൺസ് മദർ എന്ന് പറയുമ്പോൾ ജോൺ. ഇനി ഡോട്ടർ ഓഫ് ജോൺ എന്ന് പറയുമ്പോൾ അതാരാണ്? മേരി, ഡോട്ടർ ഓഫ് ജോൺ. അത്രയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. സെയിം ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നോക്ക്. ഇൻട്രൊഡ്യൂസിങ് എ ബോയ്, എ ഗേൾ സെഡ് ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ അങ്കിൾ, ഓൺലി അങ്കിൾ. ഓക്കെ, സോ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് പെൺകുട്ടിയാണ്, ഒരു ഗേളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്, ആസ്, വാസ് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതോട്ട് ഇതുവരെ വരിക. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫാദർ ഓഫ് മൈ ഓൺലി അങ്കിൾ, ഈ ചെറിയ പാട്ടൊന്ന് കട്ട് ചെയ്യും. ആ പെൺകുട്ടിയാണ്, ഞാൻ ആ പെൺകുട്ടിയാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഒരേ ഒരു അങ്കിളുടെ ഫാദർ,
എൻ്റെ ഒരേ ഒരു അങ്കിളിൻ്റെ ഫാദർ, മാമനോ കൊച്ചനോ വലിയച്ഛനോ വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ അങ്കിളിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ എൻ്റെ ആരാണ്? അങ്കിൾ ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എനിക്ക് അമ്മയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിൽ നിന്ന് മെയിൽ ബ്രദേഴ്സോ അത് ആരെങ്കിലും ഒരാളേ ഉള്ളൂ. ഓക്കെ, സോ എൻ്റെ ഒരേ അങ്കിളിൻ്റെ ഫാദർ, എൻ്റെ ഒരേ അങ്കിളിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാൻഡ് ഫാദർ അല്ലേ? സോ ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗേൾസ് ഗ്രാൻഡ് ഫാദർ അല്ലേ? യെസ് ഓ നോ? യെസ്, ഇത് ഗേൾസ് ഗ്രാൻഡ് ഫാദർ ആണ് ഇത്രയും ഉദ്ദേശിക്കുന്നത്. ഫാദർ ഓഫ് മൈ ഓൺലി അങ്കിൾ, എൻ്റെ ഒരേ ഒരു അങ്കിളിൻ്റെ ഫാദർ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്, എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ഇനി ഓൺലി ഡോട്ടർ ഓഫ് ഈ പാർട്ടിൻ്റെ അർത്ഥം നമുക്ക് ഗേളുടെ ഗ്രാൻഡ് ഫാദർ എന്നറിയാം. ഇനി എൻ്റെ അപ്പൂപ്പൻ്റെ ഒരേ മകള്, എൻ്റെ അപ്പൂപ്പൻ്റെ ഒരേ മകള്. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരേ ഒരു അങ്കിളിൻ്റെ അച്ഛനാണ്, ആ അങ്കിളിൻ്റെ അച്ഛൻ്റെ ഒരേ മകളാണ്. സോ അതിൻ്റെ അർത്ഥം ഈ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ആൺകുട്ടിയായിട്ട് ഒരാളേ ഉള്ളൂ. അടുത്ത് വരാൻ സാധ്യതയാണ് ഓൺലി ഡോട്ടർ, അപ്പോൾ പെൺകുട്ടിയായിട്ട് ഒരാളേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഒരാൾ എൻ്റെ അങ്കിളാണ്, അയാളുടെ അച്ഛനാണത്, അവരുടെ മകളാണ് ഉള്ളത്. ആ മകളെന്ന് പറയുമ്പോൾ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ അത് ഈ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ മകളാണ്. അപ്പോൾ അത് പെൺകുട്ടിയുടെ ആരാവും? സിമ്പിളാണ്, ആ പെൺകുട്ടിയുടെ അമ്മയാവും. യെസ് ഓ നോ? കാരണം ആ എൻ്റെ ഒരേ ഒരു അങ്കിളിൻ്റെ അച്ഛൻ, അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ആൺകുട്ടിയുണ്ട്, അടുത്ത് പിന്നെ അവർക്ക് ഒരു ഡോട്ടറും കൂടെ ഉള്ളൂ. അപ്പോൾ ആ ഡോട്ടർ എന്തായാലും എൻ്റെ അമ്മയാവണ്ടേ? യെസ് ഓ നോ? ആ പെൺകുട്ടിയുടെ അമ്മയാവണം. അപ്പോൾ ഇതുവരെയുള്ള അർത്ഥം എന്താണത്? ഗേളിൻ്റെ മദറാണ്. യെസ് ഓ നോ? ഇനി അവൾ പറഞ്ഞത് ആ ബോയിനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ആ ഗേളിൻ്റെ മദറിൻ്റെ സണ്ണാണ്. അപ്പോൾ എൻ്റെ മദറിൻ്റെ സൺ എന്ന് പറയുമ്പോൾ എൻ്റെ ആരാണ്? ഞാൻ ആ പെൺകുട്ടിയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ ഒരേ മകൾ എന്ന് വെച്ചാൽ അത് എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ ആരാണത്? എൻ്റെ ബ്രദറല്ലേ? യെസ് ഓ നോ? അതല്ലേ ചോദിച്ചേക്കണേ, ഹൗ ഈസ് ദ ബോയ് റിലേറ്റഡ് ടു ദ ഗേൾ? ഓക്കെ, സോ ഞാൻ ഒരിക്കലും പറയാം, ഫാദർ ഓഫ് മൈ ഓൺലി അങ്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരേ ഒരു അങ്കിളിൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ. എൻ്റെ മുത്തച്ഛൻ അതിൻ്റെ അർത്ഥം ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. അടുത്ത് അവരുടെ ഒരേ മകൾ, ഓൺലി ഡോട്ടർ. അപ്പോൾ ആ മുത്തച്ഛൻ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, അതെൻ്റെ അങ്കിളാണ്. അപ്പോൾ അടുത്ത് ഒരേ മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെൻ്റെ അമ്മയാണ്, അതെൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ ഒരു മകൻ, ഒരേ ഒരു മകൻ എന്നല്ല, ഒരു മകൻ. അപ്പോൾ എൻ്റെ അമ്മയുടെ മകൻ എൻ്റെ ആരായിരിക്കും? ഞാൻ ആ പെൺകുട്ടിയാണ്, എൻ്റെ അമ്മയുടെ മകൻ എൻ്റെ ബ്രദറായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ. ഹൗ ഇസ് ദ ബോയ് റിലേറ്റഡ് ടു ദ ഗേൾ? ബോയ് ഇസ് ദ ബ്രദർ ഓഫ് ഗേൾ. ഈ രണ്ടാമത്തെ ക്വസ്റ്റനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ. ഇതിൽ വരാൻ സാധ്യതയുള്ള ന്യൂആൻസസിനെ കുറിച്ച് അറിയാനാണ്. കുറച്ച് ചെറിയ വാക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ അർത്ഥങ്ങൾ മാറിപ്പോരും. ഇവിടെ നോക്ക്, ഇൻട്രൊഡ്യൂസിങ് എ ബോയ്, വീണ്ടും ആ ഗേൾ എന്നാ പറയുന്നത്, ഹീയോട്ട് മാറ്റി ഇവിടെ ഫാദർ ഓഫ് മൈ ഓൺലി അങ്കിൾ. ഫാദർ ഓഫ് മൈ ഓൺലി അങ്കിൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. എൻ്റെ അങ്കിളിൻ്റെ അച്ഛൻ, എൻ്റെ മുത്തശ്ശന് ആൺകുട്ടി ഒന്നേ ഉള്ളൂ. നേരത്തെ അതേപോലെ തന്നെയാണ്, ആൺകുട്ടി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടുത്ത് ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇതുവരെ ഫാദർ ഓഫ് മൈ ഓൺലി അങ്കിൾ എന്ന ഗ്രാൻഡ് ഫാദറാണ്, എൻ്റെ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഫാദറാണ്, അവരുടെ ഡോട്ടർ. നേരത്തെ കേസിൽ ഓൺലി ഡോട്ടർ ആയിരുന്നു, ഈ കേസിൽ ഡോട്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ മുത്തശ്ശന് ആൺകുട്ടി ഒന്നേ ഉള്ളുവെങ്കിലും പെൺകുട്ടികൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ട് സാധ്യതയുണ്ട്. ആ മുത്തശ്ശൻ്റെ ഡോട്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ എൻ്റെ അമ്മയാവാം, ഒന്നുകിൽ എന്താവാം? എൻ്റെ അമ്മയാവാം. ഓക്കെ, സോ മുത്തശ്ശന്, ഞാൻ ഇവിടെ ജസ്റ്റ് മുത്തശ്ശൻ വരയ്ക്കാം. ഇത് മുത്തശ്ശനാണ്, അയാൾക്ക് ആൺകുട്ടി ഒന്നേ ഉള്ളൂ. നേരത്തെ കേസിൽ ആൺകുട്ടിയും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് പെൺകുട്ടിയും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ മകൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദറായി. പക്ഷേ ഇവിടെ എന്ത് സാധ്യതയുണ്ട്? ഇയാൾക്ക് ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവാം? പെൺകുട്ടികളുണ്ടാവാം. ഓക്കെ, എന്നിട്ട് ഈ പെൺകുട്ടിയിൽ, ഈ മുത്തശ്ശൻ്റെ പെൺകുട്ടികൾ ഡോട്ടർ ഒന്നിൽ ചിലപ്പോൾ അത് എൻ്റെ അമ്മയാവാം, ഞാൻ ഈ ഗേളാണ്, എൻ്റെ അമ്മയാവാം, അല്ലെങ്കിൽ അതെൻ്റെ അമ്മയുടെ സഹോദരി ആവാം. ഓക്കെ, ഇനി സൺ ഓഫ് ദാറ്റ് മദർ, ഈ ഗേൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടറിൻ്റെ സണ്ണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടറിൻ്റെ സണ്ണ് രണ്ട് ഇതിലാവാം. ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടർ എൻ്റെ അമ്മയാണെങ്കിൽ അത് ആ സൺ എൻ്റെ ബ്രദറായിരിക്കും. ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടർ എൻ്റെ അമ്മയാണെങ്കിൽ ആ അവരുടെ സൺ എൻ്റെ ബ്രദറായിരിക്കും. ഇനി ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടർ എൻ്റെ ആണ്ടാണെങ്കിൽ അവരുടെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ എന്താവും? കസിനാവും. നേരത്തെ അവിടെ ഓൺലി ഡോട്ടർ ആയിരുന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഒരേ ഒരു മദർ ഉള്ളൂ, അവരെ സൺ എന്തായാലും എൻ്റെ ബ്രദർ ആയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ നമുക്ക്
ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി ഡോട്ടർ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഗ്രാൻഡ് ഫാദറിൻ്റെ ഡോട്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡോട്ടേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു ഡോട്ടർ എൻ്റെ അമ്മയാവാം, ഒരു സാധ്യത. അമ്മയാണെങ്കിൽ അവരുടെ മകൻ എൻ്റെ ബ്രദർ ആയിരിക്കും. അത് പക്ഷേ ആൺട്ടാണെങ്കിൽ അത് എൻ്റെ എന്തായിരിക്കും, കസിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്താണ്, കസിൻ ഓർ ബ്രദർ എന്നാണ്. പക്ഷേ ഇവിടെ ഓൺലി എന്നുള്ള ആസ്പെക്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ബ്രദർ എന്ന് മാത്രം ഉറപ്പിക്കാൻ പറ്റി. ഇവിടെ പക്ഷേ അങ്ങനെ ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 2 സാധ്യത ഇവിടെ വരും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ തേർഡ് ടൈപ്പ്. യെസ്, സോ പ്ലീസ് മേക്ക് ഷുവർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ ആപ്പിൽ അവൈലബിൾ ആണ്. ആസ് മെനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ പ്രാക്ടീസ്. ഞാൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അത്രയ്ക്ക് എളുപ്പമാവും. അതുപോലെ തന്നെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേറെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മളെ പെയ്ഡ് കോഴ്സസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് പർച്ചേസ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ബാക്കി കൺസെപ്റ്റ്സ് ആവശ്യമുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ദെയർ ആൻഡ് ലേൺ ദാറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ലൈക്ക് ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, എന്തെങ്കിലും മാറ്റം വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ അത് പറയാം. And maximum please make sure support us so that we can improve this channel and help you a lot. So thank you all of you. Have a great day. Bye bye.